നമസ്കാരം. മെക്7 എന്ന വ്യായാമ സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു മുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ തന്നെ ഇവർ വേറെ ഏതെങ്കിലും പേരിൽ കേരളത്തിൽ ഒരു സംഘടന തുടങ്ങുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഏതാണ്ട് ഇപ്പോൾ കോഴിക്കോട് മലപ്പുറം കേന്ദ്രീകരിച്ച് മെക്7 എന്ന പേരിൽ സംഘടന തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും ഒരേ വേഷം, ഒരേ ചലനം. യോഗയും ധ്യാനവും അക്യുപ്രഷറും ഉൾപ്പെടെ 7 ഭാഗങ്ങളിലെ 21 തരം വ്യായാമമാണ് ഈ പരിശീലന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെക്7 എന്ന പേരിൽ കേരളത്തിലടക്കം വളരെ പെട്ടെന്ന് പ്രചാരണം കിട്ടിയ ഒരു വ്യായാമ മുറയ്ക്ക് പിന്നിൽ മതമൗലികവാദികളുടെ പങ്കിനെ കുറിച്ച് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് ബ്യൂറോയും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും വിശദമായി തന്നെ അന്വേഷണം നടത്തി വരികയാണ്. മെക്7നെതിരെ CPM-ഉം സമസ്തയും പരസ്യമായി തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയുമാണ് പുതിയ വ്യായാമ മുറയ്ക്ക് പിന്നിലെന്നും ഇത് ഗൗരവത്തോടെ കാണണമെന്നും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. പാർട്ടി പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് മാസ്റ്റർ ഈ ആരോപണം ഉന്നയിച്ചത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. വ്യായാമ മുറയ്ക്ക് വേണ്ടി രൂപീകരിച്ച വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ അഡ്മിന്മാരിൽ ചിലരെ പറ്റി അന്വേഷിച്ചപ്പോൾ അവർ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ്. കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ച് ആരംഭിച്ച മെക്7ന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. സാധാരണക്കാരായ ആളുകളെയാണ് ഇവർ പ്രധാനമായും നോട്ടമിട്ടിരുന്നത്. വ്യായാമ ക്യാമ്പുകളും മറ്റും സംഘടിപ്പിച്ചാണ് ആളുകളെ ആകർഷിച്ചിരുന്നത്. മെക്7 കേരളത്തിൽ മാത്രമല്ല GCC രാജ്യങ്ങളിലും വേരുറപ്പിച്ച് കഴിഞ്ഞു. ഇതിനോടകം തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഇവർ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. മെക്7ന്റെ പ്രവർത്തനങ്ങൾ ബേപ്പൂർ മണ്ഡലത്തിൽ വ്യാപിപ്പിക്കണമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. ഒഫീഷ്യൽ ലെറ്റർ ഹെഡിലാണ് അദ്ദേഹം ആശംസ അറിയിച്ചത്. കൂട്ടായ്മയുടെ പല യൂണിറ്റുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കാൻ എത്താമെന്ന് റിയാസ് വാക്കും കൊടുത്തുവെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പും പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. മെക്7ന്റെ കോഴിക്കോട് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലാണ്. മെക്7 കൂട്ടായ്മയിൽ CPM നേതാക്കളുമുണ്ടെന്ന് ഹാഷിലറി പറയുന്നു. വിഷയത്തെ കേന്ദ്ര ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇവരുടെ കോഴിക്കോട് യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത്. NIA പ്രാഥമിക പരിശോധന നടത്തിക്കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു മുൻ നേതാവ് മെക്7ന്റെ തലപ്പത്തുണ്ടെന്ന് NIA പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരിക്കുന്നു. അതിവേഗത്തിലായിരുന്നു മെക്7ന്റെ വളർച്ച. ഇന്ത്യൻ പാരാമിലിറ്ററി സർവീസിൽ നിന്ന് സ്വയം വിരമിച്ച മലപ്പുറം കൊണ്ടോട്ടി തുറക്കലിൽ P സലാഹുദ്ദീൻ തുടക്കമിട്ട ആരോഗ്യ പ്രസ്ഥാനമാണ് മെക്7 അഥവാ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ച സമയത്ത് തന്നെ അവർ കേരളത്തിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഒരു സംഘടന തുടങ്ങും എന്നും അല്ലെങ്കിൽ അവർ SDP-യിലേക്ക് ചേക്കേറുമെന്ന ഒരു നിർദ്ദേശം, ഒരു റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ആദ്യമേ തന്നെ കിട്ടിയിരുന്നു. NIA-ക്കും IB-ക്കും കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ വാഴുന്ന അല്ലെങ്കിൽ ഭീകര പ്രസ്ഥാനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന മലപ്പുറം, കോഴിക്കോട് കേന്ദ്രീകരിച്ച് NIA-യും IB-യും കണ്ണു നട്ടിരുന്നത്. പൊടുന്നേനെ മെക്7 എന്ന പേരിൽ മുസ്ലിമുകളെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നു. പെട്ടെന്ന് തന്നെ കോഴിക്കോട് പ്രധാന റോഡുകൾ, പ്രധാന പാർക്കുകളെല്ലാം കയ്യേറിക്കൊണ്ട് ഇവർ ഒരു യോഗാഭ്യാസങ്ങൾ നടത്തുന്നു. മലപ്പുറത്ത് മാത്രം, അതായത് ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾ വസിക്കുന്ന, ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, സ്വർണ്ണക്കടത്ത്, ആയുധമിടപാടുകൾ നടത്തുന്ന, ബോംബ് നിർമ്മാണം ഉൾപ്പെടെ നടക്കുന്ന മലപ്പുറം ഏരിയയിൽ കേന്ദ്രീകരിച്ച് 1000-ൽ പരം ക്യാമ്പുകൾ മെക്7ന്റെ കീഴിലുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ വളർന്ന ഒരു സംഘടനയായി മെക്7 എന്ന ഒരു സംഘടന മാറുന്നു. അപ്പോൾ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാജ്യത്ത് വർഗീയ കലാപങ്ങൾക്ക് അഴിച്ചുവിടുന്ന ഒരു സംഘടനയാണ്. അതുപോലെ തന്നെ ഈ ആയുധങ്ങൾ, ഈ അഭ്യാസങ്ങൾ പുറമെ, അതായത് ജനങ്ങളെ കാണിക്കാൻ വെറും ഒരു വ്യായാമ സംഘടനയാണ് എന്ന് മാത്രം കാണിച്ചിട്ട് രാത്രി കാലങ്ങളിൽ ഇവർ ആയുധ പരിശീലനം ഉൾപ്പെടെ നടത്തുന്നുണ്ടോ എന്നടക്കമുള്ളൊരു സംശയമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസിക്ക് മുന്നിലുള്ളത്. കാരണം ഇതിലൊന്നും തന്നെ ഹിന്ദുക്കളോ ക്രിസ്ത്യൻസുകളോ ഒന്നുമില്ല. വെറും മുസ്ലിം മതഭാഗത്തിൽപ്പെട്ടവർ മാത്രം, മുസ്ലിമുകളെ, സാധാരണക്കാരായ മുസ്ലിം ആളുകളെ തിരഞ്ഞു പിടിച്ചിട്ടാണ് ഈ മെക്7 എന്ന സംഘടന ഇവിടെ ഇപ്പോൾ ഒരു നടത്തുന്നത്. ഇത് വലിയ തോതിൽ ഏതെങ്കിലും കള്ള നോട്ടുകൾ ഇവരിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടായ്മ നടത്തുന്നതാണോ എന്നടക്കം പല സംശയങ്ങളും ഇവർക്കെതിരെ ഉയരുന്നുണ്ട്. അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഇന്നലെ IB-യും NIA-യും അന്വേഷണം നടത്തിയപ്പോൾ ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് നിരോധിച്ച സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവാണെന്ന് മനസ്സിലാക്കിയത്. അതിൽ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഉറപ്പാണ്. ഇനിയിപ്പോൾ മുഹമ്മദ് റിയാസിനെതിരെ ഒരു പണി വരുന്നത്. കാരണം
ഒഫീഷ്യൽ ലെറ്റർ പാഡിൽ ആശംസ അറിയിക്കേണ്ട കാര്യം മുഹമ്മദ് റിയാസിനില്ല. അത് മാത്രമല്ല, എവിടെ എക്സ്7 ഉദ്ഘാടനമുണ്ടോ അവിടെയൊക്കെ ഞാൻ ഒന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറയുന്നതിന്റെ ഒരു ഒരു ചേതോവികാരം എന്താണെന്നതും സംശയത്തിൽ തന്നെ നോക്കിക്കാണേണ്ടത്. കാരണം ഈ അന്വേഷണം കൂടുതൽ വ്യാപിക്കേണ്ടി വന്നാൽ മുഹമ്മദ് റിയാസിനെ അടക്കം IB യും NA യും ചോദ്യം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.